വാഗർത്ഥാവിവ സംപൃക്തോ വാഗർത്ഥപ്രതിപത്തേ ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരു. കാവ്യം യശസ്സേ അർത്ഥകത്തെ ശിവേതരക്ഷതയെ സദ്യ പരനിർദയ കാന്താ സംഹിതയോ ഉപദേശിച്ചത്. എങ്ങനെയാണ് സ്നേഹത്തോടുകൂടി ഒരു ഭാര്യയും ഭർത്താവും തൻ്റെ ബെഡ്റൂമിൽ കിടക്കുന്നത്? അപ്പോൾ സ്നേഹത്തോടുകൂടി ഭാര്യ എങ്ങനെയാണോ ഭർത്താവിൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നത് അതുപോലെ ആയിരിക്കണം എന്നൊന്ന് കാവ്യം. അതുപോലെ തന്നെ ആയിരിക്കണം എല്ലാ പുരാണങ്ങളും കാവ്യം തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് തലയണ മന്ത്രം അല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. തലയണ മന്ത്രങ്ങളുള്ളവരുണ്ട്, ഭാര്യ പറയണമെന്ന് മാത്രമേ കേൾക്കുള്ളൂ. ഭാര്യ 10 മണിക്ക് കൃത്യം 10 മണിക്കല്ലെന്ന് പറഞ്ഞാൽ കൃത്യം 10 മണിക്ക് ഭർത്താവ് എന്നിരിക്കും. അപ്പോൾ മീശ വെച്ചുകൊണ്ട് കിടക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? മീശ വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ ആണാണ് എന്നുള്ള പ്രതീകം നൽകാനായിക്കൊണ്ടുണ്ട്. എന്നാൽ പിന്നെ കിരാതമൂർത്തിക്ക് മറ്റു മീശ ഇല്ലാത്ത ദേവന്മാരല്ലേ, കിരാതമൂർത്തിക്ക് മീശ ഇങ്ങനെ വളച്ചു പിടിച്ചിരിക്കുന്നതിന് ആ ഗൗരവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഴുവൻ ശാസ്ത്രങ്ങളാണ് കാവ്യങ്ങളെല്ലാം. കാവ്യങ്ങളും നോക്കി മുഴുവൻ ശാസ്ത്ര കാവ്യങ്ങളാണ്, ഭക്തി കാവ്യങ്ങളാണ്. അപ്പോൾ ഒരൊറ്റ ഈശ്വരനിലേക്ക് ലോകത്തെ ആരെയും ഉപദ്രവിക്കാതെ, ലോകത്തിലെ ഏതോ ജീവികളെയും അടക്കം ഓരോ നിർജീവ വസ്തുക്കളെയും സ്നേഹിച്ചുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാമോ? ലോകത്ത് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് ഈ കഥകൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ അവൻ്റെ മകൻ്റെ മകൻ്റെ മകൻ ഇവൻ, അവൻ്റെ സൂര്യവംശത്തിലെ രാജാക്കന്മാർ ഇന്ന രാജാക്കന്മാർ, ചന്ദ്ര രാജാക്കന്മാർ ഇങ്ങനെ, ചന്ദ്രമന കുടുംബത്തിലെ ഇന്ന ആൾക്കാർ, നമ്മുടെ പുസ്തകങ്ങൾ എഴുതുമ്പോഴാണ്. അപ്പോൾ വംശവൃക്ഷങ്ങളെ അടക്കം വർണ്ണിക്കലല്ല അതിനകത്ത് പ്രാധാന്യം, അവരിൽ നിന്നുള്ളതായ നല്ലത് മാത്രം സ്വീകരിക്കുക. ഇനി രാവണൻ എന്ന് പറഞ്ഞാൽ അയ്യോ സീതയെ കട്ടുകൊണ്ട് പോയില്ലേ, ഭയങ്കര രാവണനും നല്ല ഗുണങ്ങളില്ലേ, ഏറ്റവും വലിയ ശിവഭക്തനായിരുന്നു എന്നർത്ഥം. അത് കൈലാസം കൊടുത്ത അമ്മാനമാടി ഇപ്പോൾ മഹാദേവൻ്റെ വിരലുകൊണ്ട് അവിടെ ചവിട്ടി ഇപ്പോൾ കൈയാടിയപ്പോൾ ഇവിടെ ജടാകടാക ഭ്രമണം തരുമ്പോൾ നിലോകലോകലവല്ലി രാജമാനമൂർധനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാവ്യമെഴുതി. അപ്പോൾ ഏത് അസുരനിൽ നിന്നും ഏത് രാക്ഷസനിൽ നിന്നും നമുക്ക് നല്ലത് സ്വീകരിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് 10 തലയാണോ? അല്ല, 10 തല ബാലൻസ് ചെയ്യില്ലോ, 11 തല വേണമല്ലോ. അപ്പോൾ 10 തലയുള്ള ഒരാളുടെ ബുദ്ധി എന്ന് കാണിക്കാനായിക്കൊണ്ട് സ്വർണ്ണമയി ലങ്ക. ഇന്നും നമുക്കറിയാം ലങ്കയിലൂടെ നമ്മൾ പോകുമ്പോൾ, ശ്രീലങ്കയിലൂടെ നമുക്ക് പോകുമ്പോൾ അറിയാം എപ്പോഴും അവശിഷ്ടങ്ങൾ കാണുമ്പോൾ. അപ്പോൾ സ്വർണ്ണമയി ലങ്ക അത്രയേറെ ഐശ്വര്യമുള്ള ഒരു രാജ്യമായിരുന്നു. പക്ഷേ എന്തു പറ്റി? അവിടെ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി ഉള്ളതായ ഭാരത സ്ത്രീകളെ തൊടാൻ ചെന്നു, അപ്പോൾ പണി കിട്ടി. അപ്പോൾ നല്ല വഴിക്ക് നടക്കുന്നവർക്ക് പോലും ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ചിലപ്പോൾ ചില തെറ്റുകൾ സംഭവിക്കും, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. അതിൽ നിന്ന് അടി കിട്ടിയാൽ മാത്രമേ രക്ഷയുള്ളൂ. അല്ലാണ്ട് ആരെയും കൊന്നിട്ടില്ല ഒരു ഈശ്വരന്മാരും ഒരു പുരാണങ്ങളിലും. രാവണനെ കൊന്നു, കുംഭകർണനെ കൊന്നു, കൃഷ്ണൻ കാളിയനെ കൊന്നു. ആര് പറഞ്ഞു ആര് കൊന്നു എന്ന് ആരുടെയും പറഞ്ഞിട്ടില്ല. അനുഗ്രഹം തന്നെയാണ് നിഗ്രഹം തന്നെയാണോ അനുഗ്രഹവും എന്നർത്ഥം. അപ്പോൾ തൻ്റെ ശരീരസ്പർശം കൊണ്ട് പോലും അവിടെ അഹല്യയ്ക്ക് മോക്ഷം നൽകി. കാട്ടിലുള്ളതായ അലിംഗിലേക്ക് മോക്ഷം നൽകി. ഇനിയും ശുദ്ധാശുദ്ധികളോടുകൂടി നമുക്കറിയാം, നമ്മുടെ കൂട്ടുകാരനായ രാമൻ്റെ വളരെ ഉപാസനമൂർത്തിയായ തൃപ്രയാറപ്പനടക്കം അവിടെയുള്ളതായ രാമക്ഷേത്രങ്ങളിലൂടെ പോകുമ്പോൾ പറയാം, ശുദ്ധാശുദ്ധികളോടുകൂടി തന്നെ പൂജ സ്വീകരിക്കും. അല്ലെങ്കിൽ സകലം ശുദ്ധം കുറവ് ഒന്നാം രാശിയിൽ കാണും. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രസ്വാമി ശബരിയുടെ പേരിലുള്ള മല ശബരി കടിച്ച് ഇങ്ങനെ പിടിച്ചു, ടേസ്റ്റ് നോക്കി. കാരണം അത് നല്ലതാണോ എന്ന് പറയണമല്ലോ ഒരു ഈശ്വരന് കൊടുക്കാൻ. അപ്പോൾ ശബരി കടിച്ചതായ ഒരു ഫലത്തെ പോലും ശ്രീരാമചന്ദ്രൻ സ്വാമി സ്വീകരിച്ചു. അതും രണ്ടാട്ടോ. ശുദ്ധാശുദ്ധികൾ നോക്കണേടത്ത് ശുദ്ധാശുദ്ധികൾ മറ്റടുത്ത് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ഭക്തിയുടെ പാരവശ്യം. അവിടെ ഭക്തിക്ക് പാരവശ്യം നൽകി എന്ന് വിചാരിച്ചോ. സുഞ്ചി മാങ്കുളം കടിച്ചിട്ട് മഹാദേവനെ നേരിക്കാൻ ചെന്നാൽ തല ഇറങ്ങി വീഴും, അല്ലെങ്കിൽ കാല് പൊട്ടിപ്പോകും, നാളെ വേറെ ആളൊക്കെ ഏൽപ്പിക്കേണ്ടി വരും. അപ്പോൾ കടിച്ചിട്ട് ശബരി കൊടുത്തു ശ്രീരാമചന്ദ്ര സ്വാമി വെച്ച ഒരു മേശാന്തി കടിച്ചിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അമ്പലം മുഴുവൻ ശുദ്ധക്കേടാവും. മാലയടക്കം മാറ്റി അഭിഷേകം കഴിച്ച് വീണ്ടും ആദ്യം മുതൽ രാവിലെ മുതലത്തുള്ള ചടങ്ങുകൾ വീണ്ടും തുടരാം. അപ്പോൾ ഓരോ സംവിധാനത്തിനും ഓരോ സ്ഥലത്തിനുമുള്ള പ്രത്യേകതകൾ അനുസരിച്ച് മാറ്റങ്ങളും ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ മാറ്റം പ്രകൃതി നിയമമാണ്. ഈ പറയുന്നതായ 1 സെക്കൻഡല്ല, അടുത്ത സെക്കൻഡ്, ആ സെക്കൻഡ് മാറിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ നിമിഷം മുതലുള്ളത് മുഴുവൻ ക്യാൻസൽ ആയേക്കണം. അടുത്തത് നമുക്കറിയാം, അടുത്ത സെക്കൻഡ്
ആണെന്ന് പ്രകൃതിയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു പ്രകൃതിയിലേക്ക് ഒരു പോയിന്റിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിരുന്നാൽ അറിയാം, ആ സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് പ്രകൃതിക്ക് തന്നെ മാറ്റം. ചിലപ്പോൾ ഒരു മഴക്കാറ് കൂടുതൽ കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ വെളിച്ചം വരും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് എല്ലാം. അതുകൊണ്ടാണ് ശ്രാദ്ധം എന്ന് പറയുന്നത്. ശ്രദ്ധയോട് ചെയ്യുന്ന കർമ്മങ്ങളാണ് ശ്രാദ്ധം. പിതൃകർമ്മങ്ങളാണ് കൂടുതൽ ചെയ്യേണ്ടത്. പുതിയ രീതി അനുസരിച്ച് 16 എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. 12 രാത്രി 16 കാരുണ്ടാക്കി വെച്ചാൽ ഒരു ഗണ്ടങ്ങളിലും ഇല്ല. അത് ഏത് ജാതി മതസ്ഥരായാലും 12 12 മാസങ്ങളെ ഉദ്ദേശിച്ച് 12 മാസങ്ങളെ ഉദ്ദേശിച്ച് ചുരുക്കി ഒരു മാസം അങ്ങനെ കൊണ്ട് 12 മാസം. അതാണ് മാസം എന്ന് പറയുന്നത്. മാസം എന്ന് പറയുന്ന ചടങ്ങുണ്ട് പിതൃക്കൾക്ക്. അപ്പം 41 ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ എല്ലാ ചടങ്ങുകളും 70 അടക്കം ചെയ്യുമ്പോൾ, അല്ലാണ്ട് 16 ഒരു ഗ്രഹത്തിലും 12 രാത്രി കഴിഞ്ഞാൽ 13-ാം തീയതി രാത്രി ശുദ്ധമാവും എല്ലാ ചടങ്ങുകളും 2 ശ്രാദ്ധങ്ങളോട്. അപ്പോൾ ദേവകർമ്മങ്ങൾക്കാണോ പിതൃകർമ്മക്കാണോ പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടത് പിതൃകർമ്മം നമുക്കാണ്, ദേവകർമ്മങ്ങൾക്കല്ല. ആദ്യം പിതൃവിനെ തർപ്പിക്കുക. പിതൃണഗ്നസർപ്പയാമി എന്ന് 2 നേരവും അടക്കം സന്ധ്യാവന്തനത്തിൽ തർപ്പിക്കാതെ നട തുറന്നിട്ട് 36 കുടം ധാര ഒഴിച്ചിട്ടും ഒരു ഭഗവാൻ തരില്ല അനുഗ്രഹം. ഒരു സുഞ്ചിമാങ്കുളത്തിനോ ആർക്കും അനുഗ്രഹം നൽകില്ല. അതുകൊണ്ടാണ് നമ്മൾ തർപ്പിക്കുമ്പോൾ പിതൃണഗ്നസർപ്പയാമി എന്ന് രാവിലെ സന്ധ്യാവനത്തിലും വൈകുന്നേരത്തെ സന്ധ്യാവനത്തിലും നമ്മൾ തർപ്പിക്കുമ്പോൾ നമ്മളെ പിതൃക്കൾ മുഴുവൻ മുകളിൽ നിൽക്കുക അത് സ്വീകരിക്കാനായിട്ട്. ക്ഷുപ്പിവാസാമലാം ജ്യേഷ്ഠാം അലക്ഷ്മീൻ നാശയാമയം നിന്ന് ലക്ഷ്മി ഭഗവതിയോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അവർക്കും നമ്മൾ നമ്മുടെ ക്ഷുപ്പിവാസം വയ്ക്കാൻ ഭഗവതിയോട് പ്രാർത്ഥിക്കാറുണ്ട് ശ്രീ സൂക്തത്തിൽ. അപ്പോൾ കാത്തു നിൽക്കുന്നതായ പിതൃക്കളുണ്ട്. എന്താ നമുക്ക് വല്ല നഷ്ടമുണ്ടോ? അമ്പലക്കുളത്തിലെ വെള്ളം മുങ്ങി കുളിക്കുമ്പോൾ തർപ്പിക്കുക, നമുക്ക് വല്ല നഷ്ടമുണ്ടോ? സർപ്പയായ അതുപോലും ചെയ്യാത്തവരുണ്ടെന്നർത്ഥം. അങ്ങനെ തർപ്പിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഈ ക്ഷുത്പിപാസാമലാം എന്ന് പറയുന്നത് നമുക്ക് നശിക്കാനായിട്ട് ദേവനോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ദാഹിച്ചിരിക്കുന്ന പിതൃക്കൾ എന്ത് ചെയ്യും? ദേഷ്യം വരും. പിന്നീടുള്ള തലമുറകളുണ്ടാവില്ല. ഉണ്ടാകുന്ന തലമുറകൾക്കൊക്കെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ സന്താനങ്ങൾക്ക് അനുഗ്രഹം നൽകാൻ സംശയമില്ല. പിതൃക്കളെയും പിതൃകർമ്മങ്ങളെയും തന്നെ ആണ് ആദ്യം പ്രാധാന്യം, പിന്നീട് മാത്രമുള്ളൂ. നമുക്ക് ജന്മം നല്ലവർക്കല്ലേ നമുക്ക് ആദ്യം പ്രാധാന്യം നൽകണം. അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ എല്ലാം. അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശൻ്റെയും ഒക്കെ എല്ലാവരുടെയും ശ്രാദ്ധകർമ്മങ്ങൾ കൃത്യമായിട്ട് എവിടെ പോയിട്ട് ബലിയിട്ടിട്ട് ഒരു കാര്യമില്ല. വാർഷികമായിട്ട് ആചരിക്കേണ്ട ശ്രാദ്ധം നിർബന്ധമായിട്ടും ആചരിച്ചിരിക്കണം. ചുമ്മാ അവിടെ പോയി ഒരു കാര്യമില്ല. പിന്നീടും ഇവരുടെ ദോഷങ്ങൾ തിരിച്ചു വരുന്നർത്ഥം. നമ്മൾ ചെയ്യേണ്ടതായ ഒരു സൈക്കിൾ, ആ സൈക്കിളിലെ ശ്രാദ്ധകർമ്മങ്ങളും എല്ലാം ചെയ്യണം. അതിനുശേഷം മാത്രം ആൾക്കാർ വിചാരിക്കും ദേവന കർമ്മങ്ങൾ അല്ല. ആദ്യം പിതൃകർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകി നമുക്ക് അവരുടെ അനുഗ്രഹം കിട്ടിയതിന് ശേഷം ദേവകർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഗർഭാധാനം മുതലായ പുംസവനം ചെയ്യുന്നത് ഞാനൊക്കെ 4 ദിവസം വേലി അയച്ചതാണ്. 4 ദിവസം വേലി ചടങ്ങുകളൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു. അത് വളരെയേറെ സന്തോഷമാണ്. അതിൻ്റെ ശാസ്ത്രീയത പുതിയ കുട്ടികളെ തിരിച്ചിരിക്കുന്നു. അപ്പോൾ സേവ് ദ ഡേറ്റ് ഉണ്ട്, അത് വേറൊരു വഴിക്ക്. പക്ഷേ എന്നിരുന്നാൽ പോലും 4 ദിവസത്തെ വേലി അടക്കം പിന്നീട് കുട്ടികളുണ്ടാകും. പുംസവനം, സീമന്തം അടക്കം എല്ലാ ചടങ്ങുകളും എല്ലാ കുട്ടികളും പുതിയ തലമുറ സ്വീകരിച്ച് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ജാതകർമ്മം പിറ്റേ ദിവസം പേരിടിയിൽ അത് ഹോമാചാരം ആണുങ്ങളാണെങ്കിൽ ഹോമമായിട്ടും പെൺകുട്ടികളാണെങ്കിൽ അല്ലായിട്ടും പുണ്യാഹ ചടങ്ങുകൾ വെച്ച് എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് 3-ാം തലമുറയ്ക്ക് ഇതെല്ലാം വേണം. അവർ യൂട്യൂബിൽ കൂടെ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ഇതിൻ്റെ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് കഴിച്ചു തരാമോന്ന് കഴിഞ്ഞ ശാന്തി കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഒരു നാമകരണ ചടങ്ങുകൾ കഴിക്കേണ്ടി വന്നു സന്തോഷത്തോടു കൂടി. അപ്പോൾ കുട്ടികളൊപ്പം മനസ്സിന് ശുദ്ധത നിസ്സംഗ ബുദ്ധിയും വന്നുവെങ്കിൽ തട്ടിക്കളയാം ഈ സംസാര ദുഃഖത്തെ ചറ്റെന്നു നമ്മൾ അറിഞ്ഞിടണം. അപ്പോൾ സംസാര ദുഃഖത്തെ കുട്ടികളൊക്കെ മനസ്സിന് ശുദ്ധത ഉണ്ടാവട്ടെ. എല്ലാ പിതൃ എല്ലാ കർമ്മങ്ങളും തിരിച്ചു വരട്ടെ. ഈ ആഴ്ച കർമ്മബന്ധാഭിമുച്ചത ഞാനാണ് ചെയ്യുന്നത് എന്നുള്ളത് ചിന്ത അവിടെ വേണ്ട. ഭഗവാന്റെ ചട്ടുകമായിക്കൊണ്ട് അതിന് പിതൃക്കളുടെ അനുഗ്രഹ കലയായിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ഒരിക്കൽ പോലും തല പൊങ്ങരുത്. ഞാനാണ് ചെയ്യുന്നത്, എൻ്റെ കൈയാണ് പ്രസാദം കൊടുക്കുന്നത്, ഞാനെന്നും എൻ്റേതെന്നുള്ള എവിടെ ചിന്ത വന്നോ അവിടെ നാശത്തിന് തുടക്കമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.